നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ നല്ല മടിയുള്ള ദിവസമാണ്, പക്ഷേ ഒരുപാട് പണികൾ ചെയ്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു മടിദോശയാണ് ഇട്ടുണ്ടാക്കുന്നത്. അപ്പം തലേന്ന് രാത്രി തന്നെ ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ രാവിലെ ആ ഒരു നേരത്തെ എണീറ്റ് പാലപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ട് അത് ചുടാന്നാണ് വിചാരിച്ചത്. പക്ഷേ രാവിലെ ആയപ്പാടല്ലോ മടി തുടങ്ങിയത്. അപ്പം ഞാൻ നേരെ ഇത് തിരിച്ചിട്ടോ. അപ്പോൾ നീർദോശ എന്നൊക്കെ ഇതിനാണ് പേര് പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ മടിദോശ എന്നാണ് പറയൽ. നമ്മുടെ അഗാരോൻ്റെ ബ്ലെൻഡറിൽ തന്നെയാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ആകുമ്പോൾ ഇതിൽ തന്നെ അരച്ചെടുക്കുക സുഖം. നമ്മൾ ആ വലിയ മിക്സി എടുക്കണ്ടല്ലോ. നമ്മളെ മിക്സിൻ്റെ അതേ യൂസ് തന്നെയാണ്. അപ്പോൾ ഇതിലൊന്നാമത്തെ വെച്ചാൽ കൂടുതൽ പറ്റില്ല എന്നേ ഉള്ളൂ. 400 വാട്ട്സിൻ്റെതായതുകൊണ്ട് തന്നെ നല്ല കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3 ജാറുകൾ, 2 വലിയ ജാറും ഒരു ചെറിയ ജാറും, ഏറ്റവും വലുത് അതിൻ്റെ വളരെ ചെറുത് അത് പൊടിക്കുന്നത്. പിന്നെ നല്ലോണം ഒന്ന് ആ ചോറും പിന്നെ ആ പച്ചരിൻ്റെ കൂട്ടിൽ ചോറും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പും ചേർത്ത് ഒന്ന് കലക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് നല്ലൊരു തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചെറിയൊരു പീസ് വെല്ലുള്ളി, പിന്നെ ചെറിയ പീസ് ഇഞ്ചി, 2-3 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ തക്കാളി, ഇവയൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇത് നല്ലോണം വെച്ചാൽ ഒരുപാട് വഴണ്ടണ്ട, പക്ഷെ എന്നാലും ഒരു ഏകദേശം ഒന്ന് ഇതായി വരണം. പിന്നെ അതിൽ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു നീർദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ദോശയ്ക്ക് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ നീർദോശ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ആദ്യം നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ ദോശക്കല്ല് വെച്ച്, പക്ഷേ അത് കിട്ടുന്നില്ല കേട്ടോ. എപ്പോൾ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ വേഗം നോൺ സ്റ്റിക്കിൻ്റെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഞാൻ ആ കോട്ടിങ് ഉള്ളതല്ല കേട്ടോ അധികം അങ്ങനെ, ആ ടെഫ്ലോൺ കോട്ടിങ് അല്ല, അത് എന്താണ് ഗ്രാനൈറ്റ് ഫിനിഷിങ് അങ്ങനത്താണ്, അതാണ് ഞാൻ വാങ്ങലധികം. പിന്നെ മിക്സിൻ്റെ അല്ല ബ്ലെൻഡറിൻ്റെ രണ്ടാമത്തെ ജാറുണ്ടല്ലോ, അതിലാണ് ഞാൻ ചട്നിക്ക് അരച്ചെടുക്കുന്നത്. വലുതെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതും യൂസ് ആവണമല്ലോ. അപ്പോൾ ഈ ബ്ലെൻഡറിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ, അടിയിലത്തെ ആ സാധനം ഉണ്ടല്ലോ, അത് ബ്ലെൻഡറിൻ്റെ വെച്ച്, പിന്നെ ഗ്രൈൻഡറും ഉണ്ട് ബ്ലെൻഡറും ഉണ്ട്. അപ്പോൾ 2 എണ്ണമാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അരിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലീൻ ചെയ്യാനും ഈസിയാണിത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൽ വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട്, നല്ല സാധനമാണിത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടില്ല, അമ്മക്ക് വേണ്ടി വാങ്ങിയതാണെന്ന്, കൊടുത്തിട്ടില്ല കേട്ടോ, അമ്മ വന്നില്ല. പിന്നെ ആ ചട്നി നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അതിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിനയിലും ഇട്ട് വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിക്കുക. വേറെ പണിയൊന്നുമില്ല കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണത്. പിന്നെ ഞാനൊരു റീൽസ് ഇട്ടില്ലേ, മത്തി അച്ചാർ, സൂപ്പർ അച്ചാറാണ് കേട്ടോ. ഞങ്ങളെ കൊതിപ്പിക്കാനായിട്ട് ഒരു ദിവസം ചോറുന്നുന്ന ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് കാകനൊരു ഫ്രണ്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിന്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര മടിയാണ്, നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉണ്ടാക്കണമായിരിക്കുമല്ലോ. എന്നാലും ഒരു കൊണ്ടു തന്നെയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേണമെങ്കിൽ ലോങ് വീഡിയോയിൽ ഏതെങ്കിലും ഒന്നിൽ ഞാൻ ഉൾപ്പെടുത്താം. പിന്നെ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ. ഫ്ലോപ്പ് ആകുകയില്ല, നല്ല ടേസ്റ്റും ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഇത് കറി വേണമെന്നില്ല കേട്ടോ. ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ കറിയും വേണ്ട, ചോറും ഇതും കൂടി മതി. പിന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയില്ല, അടി പിടിക്കണേ, വീണ്ടും പണി കിട്ടി. വല്ലാത്തൊരു പണി കിട്ടാനാകുമ്പോഴത്തേക്കും തന്നെ ഞാൻ അറിഞ്ഞ് സ്മെല്ല് പെട്ടെന്ന് തന്നെ വന്ന് അങ്ങനെ ആയതുകൊണ്ട് ചിക്കൻ കറി കേട്ടോ ഇത്രയും ആയിപ്പോയി. കുറച്ചധികം ചിക്കൻ കറിയൊക്കെ ഉണ്ടേനി. അപ്പോൾ അതൊക്കെ വറ്റി ഇങ്ങനെ ആയി. എന്നാലും വേണ്ടിയില്ല, കരിഞ്ഞു പിടിച്ചില്ലല്ലോ, വലിയ ഹയർ അൽഹംദുലില്ലാ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അന്ന് നല്ല തിരക്കുള്ള ദിവസമാണെന്ന്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കാക്കൻ്റെ കൂടെ ഞാൻ വലിയങ്ങാടി പോയിട്ടുണ്ട്. ഇനി ആ മന്തിൻ്റെ ഓർഡർ പിന്നെയും വന്നിക്കണം കേട്ടോ. അപ്പം കുറേശ്ശെ വാങ്ങുമ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയങ്ങാടി പോയിട്ട് ഹോൾസെയിലായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ അരി ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ എടുക്കൽ. വേറൊരു കാര്യം പറഞ്ഞുതരാം, ഒരു അന്ധവിശ്വാസമാണ്. ഞാൻ ഈ 1-2 പ്രാവശ്യം ഈ ചാക്കരി എപ്പോഴും ഞാൻ കാണിച്ചില്ല, കടയിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഒരു പ്രാവശ്യം ഒരു കുറഞ്ഞ റേറ്റ് കുറവിന് കാക്കൻ്റെ അറിയുന്ന ഒരു വീഡിയോ ഒന്ന് വാങ്ങിട്ടോ. അത് ഞാൻ വലഞ്ഞ അരിയായിട്ട് കുറേ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അത് തീർന്നിട്ടിയത്. അവൻ കുറേ കച്ചവടം ഇല്ല എന്ന് പറയും. പിന്നെ ഞാൻ ആകെ ടെൻഷനാവും. അരച്ചാക്ക അരിയും വെച്ച് ഞാൻ എന്താക്കും, കൈമ റൈസൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാണല്ലോ, എനിക്ക് ബിരിയാണിയൊക്കെ വെക്കാം. അപ്പോൾ ഞാൻ പറയാം അന്നത്തെ ആ പീടിയെന്ന് വാങ്ങണം, നമുക്ക് ഫസ്റ്റ് വാങ്ങിയ പീടിയെന്ന് തന്നെ വാങ്ങാൻ അവിടെ നിന്ന് തന്നെ വന്ന് വാങ്ങിയതാണ്. പിന്നെ തംബ്നെയിൽ പറഞ്ഞ പോലെ പ്രവാസി ഭാര്യമാരോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഒരു 10-15 വർഷം ഞാനും പ്രവാസിൻ്റെ ഭാര്യ തന്നെ ആയിന് കേട്ടോ. 15 വർഷമല്ല, 20 വർഷം. ആദ്യം 15, പിന്നെ 5 അങ്ങനെ.
ഗൾഫിൽ നിൽക്കുന്നതും നാട്ടിൽ നിൽക്കുന്നതായിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ചെറിയല്ല, വലിയ വ്യത്യാസം തന്നെ ഉണ്ട്. നാട്ടിലാകുമ്പോൾ എത്ര കിട്ടിയാലും നമുക്ക് തികയില്ല, 5 പൈസ മാറ്റി വെക്കാനും പറ്റൂല. പക്ഷേ ഗൾഫിലാകുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം ഒരു 10 രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോ. ഗൾഫിൽ നമ്മളെ ഭർത്താക്കന്മാരുണ്ടാകുന്ന സമയത്ത് അതിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ചിലവുകൾ ചുരുക്കാമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നല്ലൊരു കൺട്രോളിങ് വേണം. കാരണം ഞാൻ ഒരുപാട് പ്രവാസി ഭാര്യമാരെ കാണുന്ന ആളാണ്. അപ്പോൾ അവരൊക്കെ വല്ലാതെ പൈസ ദൂർത്തടിക്കുക വെച്ചാൽ ആവശ്യങ്ങൾക്ക് ചിലവാക്കുക തന്നെയാണ്, എന്നാലും ഒരു പിടിച്ച് ചിലവാക്കാത്ത ആളുകളെ ഞാൻ കാണലുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എന്നും ആ ഗൾഫ് ഉണ്ടാവില്ല. നാട്ടിൽ വന്ന് വല്ലാതെ ബുദ്ധിമുട്ടുന്ന, ഞാനിപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ഒരു പ്രവാസിയാണ് കേട്ടോ. പ്രവാസി ഇനിയിപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. നാട്ടിലാകുമ്പോൾ ഒരു 10 രൂപ പോലും നമുക്ക് ഒരാളോട് കടം വാങ്ങാതെ കഴിക്കാൻ നമുക്ക് പറ്റൂല. എന്തായാലും കടം വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നല്ല കൺട്രോളിങ്ങിൽ തന്നെ ജീവിക്കണം. കാരണം നമ്മളെക്കാൾ നല്ല കൺട്രോളിങ്ങിലാണ് അവരവിടെ ജീവിക്കുക. ഒരുപാട് ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് കഴിക്കാതെയും അങ്ങനെ ഒരുപാട് നമ്മളെല്ലാവരും അനുഭവം അങ്ങനെയൊക്കെ. ആണുങ്ങൾ ഓരോ ചിലപ്പോൾ ഒക്കെ പ്രവാസികളുടെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഓല് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഓലുണ്ടാക്കുന്ന പൈസ നമ്മൾ നാട്ടിൽ നിന്ന് ഒരുപാട് ചിലവാക്കി ജീവിക്കുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമാവും. പിന്നെ അതേപോലെ നമ്മളെ നാട്ടിൽ പല പരിപാടികളും വരും, അത് കല്യാണമായാലും കുടുംബത്തിലൊക്കെ. അപ്പോൾ പ്രവാസികളല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നാട്ടിൽ നിൽക്കുന്ന കൂലിപ്പണിക്കാരും പ്രവാസികളുമായിട്ടുള്ള വ്യത്യാസം നമ്മൾ പെണ്ണുങ്ങൾ തന്നെ കരുതും. കാരണം നിൽക്കാക്ക ഗൾഫിലല്ലേ, അപ്പോൾ എങ്ങനെയാണ് ഓർക്ക് അത്രയും പൈസ കൊടുക്കാതൊക്കെ ഈ ഓരോ ഇടപാടുകളുണ്ടല്ലോ, ഇടപാടുകൾ കഴിയുന്നതും കൊടുക്കാത്തതും വാങ്ങാത്തതോ നല്ലത്. നമുക്ക് കൊടുക്കണ്ട, നമുക്ക് കിട്ടൂല, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇടപാടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അത് കൊടുക്കാം. ഇഷ്ടമുള്ള ഇനിയിപ്പോൾ ഒരു 1000 ഉറുപ്പ്യൻ്റെ ഇടപാട്, അങ്ങനെ നമ്മളെ വീട്ടിലത്തെ കല്യാണത്തിന് പോലും തന്നു, അതാണ് ഇടപാട് എന്ന് പറയുന്നത്. അപ്പോൾ അത്ര നമ്മൾ 1000 കൊടുത്താൽ 2000 തിരിച്ചു വെക്കണം. അതുകൊണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ കഴിയണതും ഈ പാവപ്പെട്ട പെൺകുട്ടികൾ, അതേപോലെ തന്നെ ഈ എന്താ പറയുക, ഈ വീട്ടുകൂടലില്ല, കഷ്ടപ്പെട്ട് വീടുണ്ടാകും, അവർക്ക് കേളു ഞാൻ കവറിൽ പൈസ കൊടുക്കുക, അത് ഞാൻ തിരിച്ച് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് കൊടുക്കണമല്ല, ഒരു ഇടപാടായിട്ട് ഞാൻ കാണലുമില്ല. അപ്പോൾ നമ്മളെ നാട്ടിൽ ആൾക്കാർ ഒരു 500 ആണെങ്കിൽ പ്രവാസികൾ ഒരു 1000 കൊടുക്കണം എന്നുള്ള ചിന്തയാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുക. അപ്പോൾ എന്നും ഗൾഫിൽ അവരുണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ മക്കളെ വളർത്തുമ്പോഴും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. എൻ്റെ മക്കളൊക്കെ നല്ലോണം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിച്ചാൽ പട്ടിണി കിടന്നിട്ടല്ല കേട്ടോ, അങ്ങനെ ജീവിച്ചോലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ പൈസൻ്റെ മൂല്യം എൻ്റെ മക്കൾക്ക് മനസ്സിലാവും. കാരണം ഞാനും മക്കളും, കാരണം ഇന്നത്തെ മാതിരിയല്ലല്ലോ, മുമ്പ് അത്രയും വരുമാനം ശമ്പളം ഒന്നും ഉണ്ടാവില്ല, ഒരുപാട് ബാധ്യതകളും കടങ്ങളൊക്കെ ഉള്ള സമയം ഇനി. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അത്രയും നല്ലതായിക്കാന്നാണ്. ഒന്നാമത്തെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഗൾഫുകാരെ വീട്ടിലെ കുട്ടികൾക്ക് ഭയങ്കര ഒരു ധാരാളിത്താണ്. കാരണം എന്ത് പറഞ്ഞാലും നമ്മളെ മക്കളല്ലേ, നമ്മളെ മക്കൾക്ക് ആരാ കൊടുക്കുക, അവർക്ക് അത് വാങ്ങി കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, പിന്നെ വലിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക, ഓരോ വലിയ വിലൻ്റെ സാധനങ്ങൾ വാങ്ങുക, അതൊക്കെ നമ്മളുമ്മമാർക്ക് തോന്നും. പാവം നമ്മൾ കഷ്ടപ്പെട്ട മാതിരി നമ്മളെ മക്കളെ കഷ്ടപ്പെടുത്തണ്ടെന്നുള്ള ചിന്തക്കാണ് നമുക്ക്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മളെ മക്കൾ നമ്മൾ ഈ കൊടുക്കുന്നതിൽ കൂടി അവർ വഷളാകുകയും കൂടി ചെയ്യുക. പിന്നീട് അവർക്കൊരു ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല. കാരണം പിന്നീട് നാട്ടിൽ ഒരു സമയത്ത് നമ്മളെ ബാക്കിയുള്ളവരൊക്കെ നാട്ടിൽ തിരിച്ച് വന്ന് നാട്ടിൽ സെറ്റിലാവുന്ന സമയത്ത് ഈ ഒരു ഭാഗ്യങ്ങളും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പൈസക്കനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഗൾഫിലുള്ള പിന്നെ ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഗൾഫിലുള്ളപ്പോൾ നല്ലോണം ജീവിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക, നാട്ടിലുള്ളപ്പോൾ നമുക്ക് അങ്ങനെയും ജീവിക്കുക. പക്ഷെ അങ്ങനെ അതൊക്കെ ഓക്കെ തന്നെയാണ്, പക്ഷെ വല്ലാതെ കഷ്ടപ്പെടും. നമ്മൾ ഗൾഫിലുള്ള സമയം, ഞാനും എൻ്റെ മക്കളും ഒന്നും പറയല്ല കേട്ടോ, ഗൾഫിലുള്ള സമയത്തും അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ടില്ല, നാട്ടിലുള്ള സമയത്തും അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ടില്ല. ഇപ്പം കുറഞ്ഞ കാലമായിട്ട് പിന്നെ ഞാൻ തന്നെ എന്താ പറയുക, എനിക്കിഷ്ടത്തിന് ഓരോന്ന് വാങ്ങാനും ചെയ്യാനും പോകാനൊക്കെ ഞാൻ തന്നെ ജോലി എടുക്കുകയാണ്, കാരണം ആരെയും ബുദ്ധിമുട്ടിക്കാതെ. അപ്പോൾ ഇനി ഗൾഫിലുള്ള ഭർത്താക്കന്മാരുള്ളവരാണെങ്കിലും ചെറിയൊരു വരുമാനമൊക്കെ നമുക്കും കൂടി ഉണ്ടാക്കട്ടോ. നാട്ടിൽ വന്ന് വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് പ്രവാസി ഭർത്താക്കന്മാർ, നാട്ടിൽ ഞാൻ ഇഷ്ടംപോലെ പൈസ അയച്ചു കൊടുത്ത് ദൂർത്തടിച്ചെന്ന് എന്നും നമ്മളത് കേൾക്കേണ്ടി വരും. അവരത് ജീവിതകാലം മുഴുവൻ പറയും. അവർക്ക് കണക്കുണ്ടാവില്ല നമുക്ക് എത്ര പൈസ അയച്ച് അവരെന്തിനൊക്കെ ചിലവാക്കി എന്നുള്ള കണക്ക് ഓൽക്കുണ്ടാവും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇടപാടുകളൊക്കെ കുറയ്ക്കുക, വെറുതെ ആർഭാടങ്ങളൊന്നും വേണ്ട എന്ന് വെച്ച് പുറത്തു പോയി ഭക്ഷണം കഴിക്കേണ്ട, ഡ്രസ്സ് പുതിയത് മോഡൽ വാങ്ങണ്ട എന്നൊന്നും അല്ല കേട്ടോ. അതിനൊക്കെ ഒരു കൺട്രോളിങ് വേണം നമുക്ക്.
ഇപ്പോൾ എനിക്ക് യാതൊരു പേടിയില്ല കേട്ടോ. ഒരു നല്ല റിലാക്സ് ആയിട്ട് തന്നെയാണ് കാരണം ഞാൻ തന്നെ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് തന്നെ ഞാൻ ചിലവാക്കണം. അതിനോണ്ട് ഒരു സമയത്തും ഞാൻ ഇക്കാക്കൻ്റെ പൈസ നശിപ്പിച്ചെന്നോ ദൂർത്തടിച്ചെന്നോ പറയാനുള്ള ഒരിടം ഞാൻ വരുത്തിയിട്ടില്ല. ഗൾഫിലുള്ള സമയത്താണെങ്കിലും ഇക്കാക്കൊക്കെ അറിയാം എത്രത്തോളം പൈസ നാട്ടിലേക്ക് എനിക്ക് അയച്ചിരിക്കുന്നതെന്നും എന്തൊക്കെ നമ്മൾ ചെയ്തിക്കണമെന്നും ഒക്കെ. ഇപ്പോഴും ഇക്കാക്ക പറയുന്ന കാര്യം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പോയി വരുന്ന സമയത്ത് ഓരോ ഗൾഫത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പറയും, ഇന്നാണെങ്കിൽ ഈ പൈസ ദൂർത്തടിച്ചെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ അന്നൊന്നും ഈ ഒരു 5 പൈസയും ആവശ്യമില്ലാതെ ചിലവാക്കിയിട്ടില്ല. കുറഞ്ഞ പൈസ വരികയാണെങ്കിലും അതിനൊരു ചെറിയൊരു ഭാഗം ഞാൻ സേവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട്. പിന്നെ നല്ലൊരു അടിപൊളി മീൻകറിൻ്റെ റെസിപ്പിയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീൻകറി ഇടാം, പക്ഷേ ആ മീൻകറി അല്ല, വേറെയാണ്. അപ്പോൾ അത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും, അപ്പോൾ നമ്മളൊരു കറിക്ക് പാകമുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു ഉള്ളിൻ്റെ പകുതി. അപ്പോൾ ഒരുപാട് ഇതാവേണ്ട, തേങ്ങ അരച്ച മീൻകറി ആയതുകൊണ്ട് തന്നെ ഉള്ളി കൂടിയാലും മതിരിക്കും. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതി എടുത്ത് ഒന്ന് ചെറുതായി വാടി വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ അപ്പോൾ അടുത്ത സ്റ്റേജിൽ ഇടാണ്ടാവും കൂടി ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് ചേർക്കുകയാണ്. കുറച്ച് തേങ്ങ അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് ഒരു ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി വെച്ചിട്ട് നല്ലോണം നമ്മൾ സാമ്പാറിലൊക്കെ വറക്കണ മാതിരി വറവാണ്ട, ചെറുതായിട്ടൊന്ന് ആ ഒരു മസാലേൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി, ഒരു ഏകദേശം ഒരു ചൂട്. പിന്നെ നമ്മൾ ചീനച്ചട്ടി തണുക്കാൻ വെക്കുമ്പോൾ അതിന്ന് ഒന്ന് ഇതാവുമല്ലോ, അങ്ങനെ അത് ഇറക്കി വെച്ചിരിക്കണം കേട്ടോ. അതൊന്ന് അരിഞ്ഞിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, ചുവന്നുള്ളിയാണ് കേട്ടോ, ചുവന്നുള്ളി ഒരു 10-12 എണ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അരിഞ്ഞിടണ്ട്. ഇനി ഞാൻ അച്ചയിൽക്കായി പോയിട്ട് ചിക്കനിലും ബീഫിലൊക്കെ ഇടണ പോയി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും കറിവേപ്പിൻ്റെ ഇല അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഒരു തക്കാളി, ചെറിയ തക്കാളിയാണ്, അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുറിച്ചാൽ പെട്ടെന്ന് വഴണ്ട് വരികയും, പക്ഷേ അത് ഞാൻ മുറിക്കാൻ മറന്നുപോയി ഉള്ളി. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിക്കണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, 1 ടീസ്പൂണ്. ഈ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു വല്ലാത്തൊരു കളറാണല്ലേ, അതിൽ മായം വല്ലതും ചേർക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്ര തന്നെ ഒരു ഭയങ്കര കളറില്ല. അപ്പോൾ ഇനിയിപ്പോൾ മുളകും മല്ലിയൊക്കെ തീർന്നിക്കണ്. അപ്പോൾ എന്തായാലും വാങ്ങി പൊടിപ്പിക്കണം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച ഇതുണ്ടല്ലോ, ചൂടാറിയതിന് ശേഷം ആ ഒരു അരപ്പില ചേർത്ത് പുളിയും ചേർത്ത് പുളി പിഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ, അതും ആവശ്യത്തിന് വെള്ളം കൂടി വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് കുടംപുളിയാണ് വേണ്ടെങ്കിൽ കുടംപുളി ചേർത്താൽ മതി. ഈ റെസിപ്പിയിൽ കുടംപുളിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാ മീനിലേക്കും കുടംപുളി ചേർക്കണ ഇഷ്ടമില്ല. അപ്പോൾ അത് തിണ്ടാന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ, നല്ല പൊടിയുള്ള മീനാണ്, പൊരിച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ഞങ്ങളോട് പറയില്ലേ, മീൻ എടുക്കുമ്പോൾ ഞാൻ തലയും കൂടി കൂട്ടും കേട്ടോ, അപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ്. ആ മീനിൻ്റെ ഒരു പീസിനേക്കാളും ടേസ്റ്റ് മീനിൻ്റെ തല ഇട്ടിട്ട് കറി വെക്കുമ്പോഴാണ്. തലക്കറീന് പ്രത്യേക ഒരു ഇതന്നെയാണല്ലോ, അതേപോലെ അല്ല. പക്ഷേ പിന്നെ ആ മീനൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വെന്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ തൂവാം. നമ്മൾ വെളിച്ചെണ്ണ 2 സ്റ്റേജിലും ചേർത്തിക്കണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് കുറച്ച് ചേർത്താൽ മതി. പിന്നെ പടവലങ്ങൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. ഇവിടെ ഇക്കാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കായ കഴിഞ്ഞാൽ പിന്നെ ഇക്കാക്ക ഉപ്പേരിയൊക്കെ കൊണ്ടുവരുന്നൊരു സാധനമാണ് ഈ പടവലങ്ങ. അപ്പോൾ നിങ്ങളിത് പരിപ്പിലിട്ട് കറി വെക്കലാണോ ഉപ്പേരി വെക്കലാണോ ഒന്ന് പറയണേ. എനിക്കിതാ ഇങ്ങനെ ഉപ്പേരി വെക്കണം ഇഷ്ടം, പരിപ്പിലിട്ട് വെക്കുന്നതിനെക്കാട്ടും. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ആ ഒരു പടവലങ്ങ അതേപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അരിയണം. നല്ല കുഞ്ഞായാലും അത്രയും നല്ല കിട്ടോ, നല്ല ടേസ്റ്റാണ്. അരിയിണയിലും ഉണ്ട് കേട്ടോ ഒരു ഇത്. ആ അരി എന്താ പറയുക, നല്ല രീതിയിൽ അരിഞ്ഞാലും ഒരു ടേസ്റ്റാണ്. എന്താ പറയുക, പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ട് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങയും ചുവന്നുള്ളിയും പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 പച്ചമുളകും ചേർത്തിക്കണേ എരിവിന്. പിന്നെ ലേശം മിക്സിൻ്റെ ജാറ് ഒരിത്തിരി വെള്ളം ഒന്ന് ചുഴറ്റിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു മരത്തിൻ്റെ കയ്യിലുണ്ടല്ലോ, ഇത് ഞാൻ കുറേ മുന്നേ എപ്പോഴൊന്ന് ടൂറ് പോയപ്പോൾ വയനാട്ടിൽ നിന്ന് വാങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കയ്യിലാണ് കേട്ടോ. ഈ ചിരട്ടക്കൈയിലൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഒരു ഷേപ്പുള്ളതാകുമ്പോൾ നല്ലൊരു ഇതാണ്, എനിക്കിഷ്ടമാണ് അത്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മാത്രമായിട്ട് അത് എടുക്കൽ എനിക്കിഷ്ടമാണ്. അതെന്ന് വെച്ചാൽ പിന്നെ 1-2 എണ്ണം കൂടി വാങ്ങണം. പിന്നെ ഉച്ചയായപ്പോൾ ആ മീൻകറിയും ആ ഉപ്പേരിയൊക്കെ കൂട്ടി തിന്നുക. മീൻ പൊരിച്ചിട്ടില്ല കേട്ടോ, ഉപ്പേരി ഉള്ളതിനെ കൊണ്ട്. അപ്പോൾ ഇക്കാക്ക് നല്ല ഇഷ്ടമായി. ഇക്കാക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഉപ്പേരി ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ടാണ് ചോറുന്നത്, മീൻകറി തൊടുകയില്ല. പിന്നെ ലാസ്റ്റാണ് ഇത്തിരി എടുത്ത് നോക്കുക. അപ്പോൾ പറയും നല്ല ഇഷ്ടപ്പെട്ടിട്ട്, നല്ല കറി എന്ന് പറഞ്ഞു. എന്തായാലും ഉണ്ടാക്കി നോക്കണ്ടേ. രാവിലെ പൊടിപ്പിക്കാൻ ഈ മില്ലത്തെ ആൾ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിട്ടോ. ഇവിടെ പിന്നെ അതിനൊരു സുഖമാട്ടോ, നമ്മൾ കഴുകി ഊറ്റിയിട്ടും അല്ല ഉണക്കി ഒക്കെ എടുത്ത് വെച്ചാൽ മതി, ഓര് വന്ന് കൊണ്ടുപോയിക്കോളൂ, അല്ലെ ഫോൺ ചെയ്ത് വിളിച്ചാൽ മതി. അപ്പോൾ പിന്നെ ഗോതമ്പ് പൊടി ചൂടാറിക്കിന് പുട്ടുപൊടി ചൂടാറിയില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റിലേക്കായിരിക്കും ചിലപ്പോൾ വറുത്ത് ഉണ്ടാവുക. അപ്പോൾ ഞാൻ മൂടി ഒന്ന് ഇതാക്കി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഈ ചൂടോട് കൂടി മൂടി വെച്ചാലൊരു ഇതുണ്ടാവില്ലല്ലോ.
അപ്പോൾ അതാ രണ്ടുമായി. പിന്നെ ആ പഴയ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ ഇതേപോലെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഴയതിലേക്ക് തന്നെ പുതിയത് ഇട്ടാൽ ശരിയാവില്ലല്ലോ, അങ്ങനെ അത് മാറ്റി വെച്ച്. അപ്പോഴേക്കും ഇതാ കാക്കയും പിന്നെ കാക്കൻ്റെ കുറച്ച് സ്നേഹിതന്മാരെല്ലാവരും കൂടി വന്നിട്ടുണ്ടെങ്കിൽ മുമ്പർത്ത് പാർട്ടീൻ്റെ പരിപാടികളാണ്. പാർട്ടി പരിപാടി വെച്ചാൽ ബോർഡിൻ്റെതൊക്കെ. അപ്പോൾ അതാ ചായ അല്ല ബൂസ്റ്റാണ് കേട്ടോ ഒന്ന് കലക്കിയിട്ടുള്ളത്. അതും ഇതാ വർത്തായക്കൊക്കെ കാക്ക കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുകയാണ്. പിന്നെ എന്താ വേറെ പരിപാടികളൊക്കെ ഇന്നത്തെ പരിപാടി ഇതോടുകൂടി അവസാനിക്കുകയാണ്. നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടത്. അപ്പോൾ അതാ കുറേ ആൾക്കാർ കണ്ടില്ലേ ഓരോ ഈ ബോർഡ് അടിക്കുകയും ഇങ്ങനത്തൊക്കെ തിരക്കാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ഇനിയിപ്പോൾ 13-ാം തീയതി കഴിഞ്ഞിട്ട് ഇന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നു. അത്രയും തിരക്കാണ്. രാവിലെ പോകുക, വൈകുന്നേരം വരിക, ഉച്ചക്ക് ഇങ്ങനെ കയറി വരും